നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കറുത്ത പൊന്നിന് കുളിര്, റബ്ബറിന് തേങ്ങൽ, ഓളമില്ലാതെ വെളിച്ചെണ്ണ. പോയ വാരം കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കെത്തിച്ച കർഷകരിൽ നേട്ടം കിട്ടിയത് കുരുമുളകിന്. റബ്ബറിന് നഷ്ടക്കച്ചവടം. വെളിച്ചെണ്ണ കൊപ്ര വില മാറ്റമില്ല. ലേലത്തിൽ ഇലത്തേയില വില ഉയർന്നു. സ്വർണ്ണവില കുറഞ്ഞു. വില തകർച്ചയിൽ സങ്കടപ്പെട്ട കർഷകർക്ക് സന്തോഷം പങ്കിടാൻ പോയ വാരം വിപണിയിൽ എത്തിയത് അന്തർ സംസ്ഥാന കച്ചവടക്കാർ. കിലോ 12 രൂപ വില ഉയർത്തിയാണ് അന്തർ സംസ്ഥാന കച്ചവടക്കാർ മസാല കമ്പനികൾക്കായി കുരുമുളക് വാങ്ങിയത്. മുൻകൂർ കച്ചവടം നടത്തിയത് കൊണ്ടാണ് അന്തർ സംസ്ഥാന കച്ചവടക്കാർ വില ഉയർത്തി വാങ്ങിയത്. ഇവരുടെ വാങ്ങലുകളും വിൽപ്പനയ്ക്ക് കുരുമുളക് വരവ് കുറഞ്ഞതുമാണ് വില ഉയരാൻ ഇടയാക്കിയത്. നല്ല ഡിമാൻഡ് ഉണ്ടായതോടെ വിൽപ്പനയ്ക്ക് കുരുമുളക് വരവ് കുറഞ്ഞു. 141 ടൺ കുരുമുളക് വിൽപ്പനയ്ക്കെത്തിയെങ്കിലും പോയ വാരത്തെ അപേക്ഷിച്ച് 113 ടൺ കുറവായിരുന്നു. വില അനുദിനം കൂടുന്നത് കണ്ട് കർഷകരിൽ നിന്നും വാങ്ങുന്ന ഇടനിലക്കാരും വൻകിട കർഷകരും കുരുമുളക് വിൽക്കാതെ മാറി നിന്നു. വില കൂടുന്ന സാഹചര്യങ്ങളിൽ കുരുമുളക് പിടിച്ചു വെക്കുന്നതും വില കുറയുമ്പോൾ ഇത് വിൽക്കുന്നതും വിപണിയിൽ സ്വാഭാവികമായ സംഭവമാണ്. ഇടുക്കിയിൽ നിന്നും നല്ല വരവുണ്ടായിരുന്നു. മറ്റ് ഹൈറേഞ്ച് മേഖലകളിൽ നിന്ന് വരവ് കുറവായിരുന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർത്തിവച്ച കുരുമുളകിൻ്റെ അവധി കച്ചവടം പുനരാരംഭിക്കാൻ അനുമതിയായി. നാഷണൽ കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൻ്റെ കീഴിലാണ് ഉടനെ അവധി വ്യാപാരം തുടങ്ങുന്നത്. അവധി വ്യാപാരം തുടങ്ങിയാൽ കുരുമുളകിൻ്റെ ഭാവി മാറ്റിമറിച്ചേക്കും. വില ഉയർത്താനും കുറയ്ക്കാനും അവധി കച്ചവടക്കാർ ശ്രമിക്കും. ഇതെല്ലാം കുരുമുളക് കർഷകർക്ക് കാര്യമായ മെച്ചമുണ്ടാകില്ല. നേരത്തെ അവധി കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്ക് കനത്ത സാമ്പത്തിക നഷ്ടവും സ്ഥാപനം പൂട്ടിപ്പോകേണ്ടതായും വന്നിട്ടുണ്ട്. എക്സ്ചേഞ്ച് അവധി വ്യാപാരം തുടങ്ങുമ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തി തടഞ്ഞുവെച്ച കുരുമുളകിൽ ശേഷിക്കുന്ന 3000 ടൺ കുരുമുളക് എക്സ്ചേഞ്ചിൻ്റെ പക്കലുണ്ട്. ഇതെല്ലാം അവധി വ്യാപാരത്തിൻ്റെ മറവിൽ വിൽക്കാൻ സാധ്യതയുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. വില മെച്ചപ്പെട്ടിരിക്കെ ശ്രീലങ്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത 1000 ടൺ കുരുമുളക് നാഗർകോവിൽ, സുൽത്താൻ ബത്തേരി, ഈരാറ്റുപേട്ട എന്നിവിടങ്ങളിൽ എത്തിക്കഴിഞ്ഞു. ഇറക്കുമതി ചെയ്ത ശ്രീലങ്കൻ മുളകിന് സത്ത് കൂടുതലുള്ളതുകൊണ്ട് കയറ്റുമതിക്കാരാണ് ശ്രീലങ്കൻ മുളക് വാങ്ങിയത്. അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുകയാണ് ലക്ഷ്യമെങ്കിലും അമേരിക്കയുടെ ഇറക്കുമതി നികുതി വർധനവിൽ കയറ്റുമതിക്ക് സാധ്യത കുറഞ്ഞിരിക്കെ ഇറക്കുമതി മുളക് ആഭ്യന്തര മാർക്കറ്റിൽ കൊച്ചി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ വിറ്റു തുടങ്ങി. കയറ്റുമതി നിരക്ക് ഇന്ത്യ ഒരു ടൺ കുരുമുളകിന് $7,800, ശ്രീലങ്ക 6,350, വിയറ്റ്നാം 6,200, ഇന്തോനേഷ്യ 6,700, ബ്രസീൽ $6,000. വാരാന്ത്യ വില കൊച്ചി കുരുമുളക് അൺഗാർബിൾഡ് കിലോ 704 രൂപയും ഗാർബിൾഡ് 724 രൂപ, പുതിയ മുളക് 694 രൂപ. റബ്ബറിന് നഷ്ടക്കച്ചവടം. റബ്ബർ കർഷകർക്ക് നഷ്ടക്കച്ചവടത്തിൻ്റെ വാരമാണ് കടന്നുപോയത്. രാജ്യാന്തര വിലയിടിവ് ഉയർത്തിക്കാട്ടി വൻകിട ടയർ കമ്പനികൾ റബ്ബർ കിലോ 6 രൂപ വില കുറച്ചു. ഉൽപാദനക്കുറവും ഷീറ്റ് ഉണക്കാനുള്ള പ്രതികൂല കാലാവസ്ഥയും വിൽപ്പനയ്ക്ക് റബ്ബർ വരവ് കുറഞ്ഞിട്ടും വില തകർച്ചയിൽ കർഷകർ ഒന്നടങ്കം ആശങ്കയിലാണ്. 2 ആഴ്ചയായി വിലയിടിവ് തുടർന്നത് കർഷകരിൽ പരിഭ്രാന്തി ഉളവാക്കിയിട്ടുണ്ട്. കിലോയ്ക്ക് 278 രൂപ വരെയും ഉയർന്നത് വില തകർച്ചയിലേക്ക് ഇഴഞ്ഞു നീങ്ങുകയാണ്. ബാങ്കോക്കിൽ 307 രൂപ വരെയും ഉയർന്നത് 272 രൂപ വരെയും വില ഇടിഞ്ഞു. അവധി വ്യാപാരത്തിൽ ചൈനയിൽ 20 രൂപയും ടോക്കിയോ മാർക്കറ്റിൽ 16 രൂപയും തയ്യാർ നിരക്കിൽ ബാങ്കോക്കിൽ 26 രൂപയും കുത്തനെ ഇടിഞ്ഞത് വരും ദിവസങ്ങളിൽ ടയർ കമ്പനികൾ ആഭ്യന്തര വില കുറയ്ക്കാൻ സാധ്യതയുണ്ട്. വില ഇടിഞ്ഞുകൊണ്ടിരിക്കെ ഇടനിലക്കാരും വൻകിട റബ്ബർ തോട്ടം ഉടമകളും റബ്ബർ സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങിയെന്ന് വ്യാപാരികൾ പറയുന്നു. അവധി വ്യാപാര വില ചൈന 228, ടോക്കിയോ 235, തയ്യാർ നിരക്കിൽ ബാങ്കോക്ക് 272 രൂപ. കൊച്ചി RSS 4 കിലോ 266 രൂപ, RSS 5 കിലോ 263 രൂപ. വെളിച്ചെണ്ണയ്ക്ക് ബെൽറ്റിട്ടു. കൊച്ചിയിൽ വെളിച്ചെണ്ണ കൊപ്ര വിലകൾ മാറ്റമില്ലാതെ തുടരുകയാണ്. ഡിമാൻഡ് കുറഞ്ഞിരിക്കെ 3 ആഴ്ചയായി വില ഉയർത്താനോ കുറയ്ക്കാനോ കഴിയാതെ കൊച്ചിൻ ഓയിൽ മർച്ചൻഡൈസ് അസോസിയേഷൻ വെളിച്ചെണ്ണയ്ക്ക് വില ബെൽറ്റിട്ടിരിക്കുകയാണ്. കൊച്ചിയിൽ വില മാറ്റമില്ലെങ്കിലും കോഴിക്കോട്, തൃശൂർ മാർക്കറ്റിൽ വെളിച്ചെണ്ണ കൊപ്ര വില കൂടിയിട്ടുണ്ട്. കോഴിക്കോട് വെളിച്ചെണ്ണ ലിറ്ററിന് 6 രൂപയും കൊപ്ര കിലോ 4 രൂപയും. തൃശൂരിൽ വെളിച്ചെണ്ണ കൊപ്ര യഥാക്രമം 4 രൂപ വീതം വില കൂടി. തമിഴ്നാട്ടിലെ കാങ്കയത്ത് വെളിച്ചെണ്ണയ്ക്ക് 4 രൂപയും കൊപ്രയ്ക്ക് 3 രൂപയും വില കൂടി. വെളിച്ചെണ്ണയ്ക്ക് പൊതുവെ ഡിമാൻഡ് കുറഞ്ഞിരിക്കെ കേരഫെഡ് മാർക്കറ്റ് വിലയേക്കാൾ ഉയർന്ന നിരക്കിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കൊപ്ര വാങ്ങുന്നുണ്ട്.
നമ്മുടെ കർഷകരിൽ നിന്ന് വാങ്ങാതെ പുറമേ നിന്ന് വാങ്ങുന്നത് കർഷകരോടുള്ള ചതി എന്നാണ് കൊച്ചിയിൽ വെളിച്ചെണ്ണ വ്യാപാരികൾ പറയുന്നത്. കഴിഞ്ഞ വർഷവും കേരഫെഡ് വില ഉയർത്തി കൊപ്ര വാങ്ങിയത് വിവാദം ക്ഷണിച്ചു വരുത്തിയിരുന്നു. കൃഷിഭവന്റെ കീഴിലുള്ള സൊസൈറ്റിയാണ് കേരഫെഡ്. കാർഷിക മേഖലയിൽ കർഷകന് ഗുണകരമായ പ്രവർത്തനങ്ങളാണ് കൃഷിഭവൻ മുഖേനയെങ്കിലും കേരഫെഡിൽ നിന്നും കാര്യമായ ഗുണങ്ങളൊന്നും കിട്ടുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത്. വാരാന്ത്യ വില കൊച്ചി വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്ററിന് 227 രൂപ, തയ്യാർ 222 രൂപ. കൊപ്ര തെളിവ് കിലോ 131 രൂപ, ഓടെ 129. തൃശ്ശൂർ വെളിച്ചെണ്ണ 220 രൂപ, കൊപ്ര 135 രൂപ. കോഴിക്കോട് വെളിച്ചെണ്ണ 237 രൂപ, കൊപ്ര 136. കാങ്കയം വെളിച്ചെണ്ണ 185, കൊപ്ര 125 രൂപ. കൊച്ചിയിൽ കഴിഞ്ഞ വാരം 32,000 ലിറ്റർ വെളിച്ചെണ്ണ മൊത്ത വ്യാപാര വിപണിയിൽ വിൽപ്പനയ്ക്കെത്തി. സ്വർണം താഴേക്കിറങ്ങി. സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടർന്ന് പോയ വാരം പവന് 1,560 രൂപ കുറഞ്ഞു. രാജ്യാന്തര വിലയിലെ ചാഞ്ചാട്ടമാണ് ആഭ്യന്തര വിലയെ ബാധിച്ചത്. രാജ്യാന്തര വിലയിൽ സ്വർണം ഔൺസിന് $67 കുറഞ്ഞത്. വാരാന്ത്യ വില സ്വർണം ഔൺസിന് $4,088. കൊച്ചി സ്വർണം പവന് 1,05,560 രൂപ. വിനിമയ നിരക്കിൽ പോയ വാരം രൂപയ്ക്ക് 5 പൈസ നഷ്ടം, 94 രൂപ 34 പൈസയായിട്ട് ഇടിഞ്ഞു. ഇലത്തൈല വില കൂടി. കയറ്റുമതി ഡിമാൻഡിൽ ഇലത്തൈല വില കിലോ 4 രൂപ വില ഉയർന്നാണ് ലേലം നടന്നത്. വിൽപ്പനയ്ക്ക് തേയില വരവ് കൂടുതലായിരുന്നു. ഇലത്തൈല 3,53,500 കിലോയും പൊടിത്തൈല 9,39,000 കിലോയും ലേലത്തിൽ വിൽപ്പനയ്ക്കെത്തി.